ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിൻ്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മിണിക്കുട്ടി ദേ ഇതിലേ കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായുധൻകുട്ടിയുടെ അടുത്ത് വരും. വേലായുധൻകുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ? 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കയറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ട് ഇറങ്ങില്ല നല്ലത്. പറയണേ അങ്ങോട്ട് കേൾക്കടോ. ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ. അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമ്മല്, അമ്മിണിയും വേലായുധൻകുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉബൈദ് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായുധൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാവരും കയറുന്നു. ഞാനൊരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു 2 പേര് പോരെ? മാതിയിടോ, ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആദ്യം അമ്പലം. സൂക്ഷിക്കണേ മോളെ. അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോകും. എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായി? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ഏട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ? എനിക്ക് ധൃതിയില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്? മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നള്ളു. എന്നാ ഇറങ്ങാൻ സമയമല്ല. എന്തൊരു കഷ്ട നോക്കണേ ഇത്. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ, വേലാൻകുട്ടി മോനെ കൈ. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ഓടിക്കോ, ഓടിക്കണോ? ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനമാടാ. കൊന്നോളെ ഞാൻ, കൊന്നോളെ. ഓടിയിട്ട് എത്തറില്ല. ഇത് വഴി കൂടുതലായോ? എന്തിനാ മോനെ? എന്താ മോനെ? ഞാൻ ഒന്ന് ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമാണ്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ,
നിന്നെ വേണ്ട, ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടിയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തക്ക് ഇത്രയും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചോടി. നടകളി. നിന്നെ മാറി നിൽക്കാൻ. നീയാണ് ഇവളുടെ ഗുണകാംക്ഷി. അറിയാം, എനിക്കെല്ലാം എന്റെ മാനം നീ എല്ലാരും കൂടെ എന്റെ മോളെ കൊന്നു. ശവം തിന്നുന്ന പട്ടി. എടാ ദ്രോഹി, അവള് നിനക്ക് എത്ര ചോറ് വിളമ്പി തന്നിട്ടുണ്ടോ? ഇത്ര അതെല്ലാം ദഹിച്ചോ? എന്താടി നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഏതായാലും നിന്ന് കത്ത് കാണും. ഇനി അതിൽ എണ്ണ ഒഴിക്കണ്ട. ചത്തോ? നീ ആരാടാ അത് ചോദിക്കാൻ? ചത്ത കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോടാ. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പ. ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ, അത് കഴിഞ്ഞ് അമ്മാവൻ വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ നീ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മിണിക്കുട്ടിയെ വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവളുടെ ദേഹത്ത് ഉരുതരി മണ്ണ് വീണോ, നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധം കുട്ടിക്ക് അമ്മിണിയോട് സ്നേഹ, അമ്മിണിക്ക് വേലായുധം കുട്ടിയോടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളുടെ കുറ്റ? നിങ്ങളെ ഞാൻ പാടാ മോനെ, ഈ പരട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു. കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മിണിയെ കെട്ടിയ പിന്നെ സുഖായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറിക്കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്. അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം? നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ രണ്ടേ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചെരക്കാൻ പറ. 2 ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. പോട്രാ, ഇതൊന്നും സാരമാക്കണ്ട. നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ? വാടാ. വരി